നിങ്ങൾക്കറിയാമോ, മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തമായ ആയുധം അവൻ്റെ ശക്തിയല്ല, മറ്റൊരാളുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവാണ്. ഇന്നത്തെ വീഡിയോയിൽ ഡാർക്ക് സൈക്കോളജി വഴി എങ്ങനെയൊക്കെ ഒരു വ്യക്തിക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാം. ഡാർക്ക് സൈക്കോളജി എന്നത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ചിന്തകളിലൂടെയും വികാരങ്ങളിലൂടെയും സ്വാധീനിക്കാനോ അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാനോ ശ്രമിക്കുന്ന മാനസിക തന്ത്രങ്ങളാണ് പൊതുവെ ഈ പേരിൽ വിളിക്കുന്നത്. നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ (NPD) ഉള്ള വ്യക്തികൾ ചെയ്യുന്ന പ്രത്യേകതകളാണ് ഈ ഡാർക്ക് സൈക്കോളജിയിലൂടെ പറയുന്നത്. കുമ്പളങ്ങി നൈറ്റ്സിലെ ഫാസ് ഫാസിൽ മനോഹരമായി ചെയ്ത ഷമ്മി എന്ന ക്യാരക്ടർ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അവർ മറ്റൊരു വ്യക്തിയുടെ മേൽ ലവ് ബോംബിംഗ്, ഗിൽറ്റ് മാനിപ്പുലേഷൻ, ഗ്യാസ് ലൈറ്റിംഗ്, ട്രസ്റ്റ് ബിൽഡിംഗ് വഴി ഒരാളെ കൺട്രോളിൽ വയ്ക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, വിക്ടിമിന് പോലും തൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകില്ല. നമ്മുടെ ഓഫീസിലും കുടുംബത്തിലും സൗഹൃദത്തിലും പ്രണയത്തിലും വരെ ഇത്തരം രീതികൾ ചെയ്യുന്നവരെ കാണാം. ഉപകാരപ്രദമായ വീഡിയോ ആയതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. സോ വെൽക്കം ടു മൈ ചാനൽ ഗോൾഡൻ തോട്ട്സ്. ഒന്നാമതായി പറയാൻ പോകുന്നത് വളരെ അപകടകരമായ ഡാർക്ക് സൈക്കോളജി തന്ത്രങ്ങളിൽ ഒന്നിനെക്കുറിച്ചാണ്: ഗ്യാസ് ലൈറ്റിംഗ് ടെക്നിക്. ഇതൊരു വ്യക്തി തൻ്റെ ഇരയെ സ്വാധീനിക്കാനും നിയന്ത്രിക്കാനും ഈ തന്ത്രം ഉപയോഗിക്കും. ഉദാഹരണത്തിന്, നമ്മൾ മുമ്പ് ഒരു കാര്യം ചെയ്തതിനു ശേഷമോ ആ കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ച് പിന്നീട് സംസാരിക്കുമ്പോഴോ ഗ്യാസ് ലൈറ്റിംഗ് നടത്തുന്ന വ്യക്തി അവരുടെ താല്പര്യത്തിനു വേണ്ടി ആ സംഭവം നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതും അതിനായി നടന്ന കാര്യം നടന്നില്ല എന്നും പറഞ്ഞ കാര്യം പറഞ്ഞില്ല എന്നും പറയും. ഇത് ആവർത്തിച്ച് നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ആശയക്കുഴപ്പം വരുത്തും. ഇതിനായി അവർ മറ്റു പലരെയും കൂട്ടുപിടിക്കാനും സാധ്യതയുണ്ട്. ടോക്സിക്കായ റിലേഷൻഷിപ്പിൽ കോമണായി കാണുന്ന ഒന്നാണ് ഈ ഗ്യാസ് ലൈറ്റിംഗ്. ഈ ഗ്യാസ് ലൈറ്റിംഗ് നടത്തുന്ന വ്യക്തി ഭയങ്കര കൺവിൻസിങ് സ്റ്റാർ ആയിരിക്കും. അവർ നടന്ന കാര്യം നടന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ കൺവിൻസ് ആക്കും. നിങ്ങൾ അതിൽ കൺവിൻസ്ഡ് ആവുകയും ചെയ്യും. ഇതൊരു ഭയങ്കര ഇമോഷണൽ അബ്യൂസാണ്. ഇതിലൂടെ കടന്നു പോകുന്നവരുടെ കോൺഫിഡൻസ് ഭയങ്കരമായി കുറയും. സ്വന്തമായി തീരുമാനമെടുക്കാനോ സ്വയം ഒരു കാര്യം ചെയ്യാനോ ധൈര്യമില്ലാതായി പോകും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും നിങ്ങളെ മാത്രം തെറ്റുകാരനാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ ശ്രദ്ധിക്കണം. രണ്ടാമതായി പറയുന്ന ഒരു അപകടകരമായ ഡാർക്ക് സൈക്കോളജി ടെക്നിക്കാണ് ലവ് ബോംബിംഗ്. ഇത് കൂടുതലായും പ്രണയബന്ധങ്ങളിലാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രണയബന്ധത്തിലേക്ക് പോകുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലവ് ബോംബിംഗ്. ഇത് ചെയ്യുന്നവർ നിങ്ങളിൽ പ്രയോഗിക്കുന്ന ചില കാര്യങ്ങൾ പറയാം. ഒന്നാമതായി, നിങ്ങളെ നന്നായി പുകഴ്ത്തി സംസാരിക്കും, കോംപ്ലിമെൻറ്റ്സ് തരും, ആവശ്യത്തിനും അനാവശ്യത്തിനും. പിന്നെ നിങ്ങൾക്ക് തുടക്കത്തിലെ വളരെ എക്സ്പെൻസീവായ ഗിഫ്റ്റുകൾ തരും. പിന്നെ ഇവരുടെ പ്രത്യേകത, നിങ്ങളെ പെട്ടെന്ന് പ്രണയത്തിലാക്കി കമ്മിറ്റ്മെൻ്റ് ഉണ്ടാക്കാനായി നിങ്ങളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. ആ സമയങ്ങളിൽ അവർ നിങ്ങൾക്ക് പെർഫെക്റ്റ് മാച്ച് ആവുന്ന പാർട്ട്ണറായി ബിഹേവ് ചെയ്യും. പിന്നീട് നിങ്ങൾ ആ ലൂപ്പിനുള്ളിൽ അകപ്പെടുമ്പോഴാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കി തുടങ്ങുകയുള്ളൂ. ആ സമയം അവർ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ആരംഭിക്കും. അപ്പോഴായിരിക്കും അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പ്രണയബന്ധങ്ങളുടെ തുടക്കത്തിൽ കാണുന്ന ആഴത്തിലുള്ള സ്നേഹപ്രകടന രീതിയാണ് ലവ് ബോംബിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ അവരുമായി പ്രണയത്തിലായതിനു ശേഷം അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കാണിച്ചു തുടങ്ങും. മൂന്നാമതായി പറയുന്ന ഡാർക്ക് സൈക്കോളജി ടെക്നിക്കാണ് ഗിൽറ്റ് മാനിപ്പുലേഷൻ. ഇത് കൂടുതലും ഫ്രണ്ട്ഷിപ്പിലായിരിക്കും കാണാൻ സാധിക്കുക. ഉദാഹരണത്തിന്, ചില വ്യക്തികൾ ചില കാര്യങ്ങൾ നമ്മളോട് നേരിട്ട് ആവശ്യപ്പെടില്ല. പകരം അവർ നമുക്ക് മുമ്പ് ചെയ്തു തന്ന കാര്യങ്ങളെ ഓർമ്മിപ്പിക്കും. ഞാൻ നിനക്ക് വേണ്ടി അത് ചെയ്തിരുന്നു, ഇത് ചെയ്തു തന്നിരുന്നു, നിനക്കെന്നോട് സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ ഇതെനിക്ക് ചെയ്തു തരുമായിരുന്നു എന്ന് പറഞ്ഞ് നമ്മളിൽ കുറ്റബോധം സൃഷ്ടിക്കും. നിങ്ങൾ ആ സമയം അവർ ചോദിക്കുന്നതിനോട് ഇല്ല എന്ന് പറയാൻ ഭയപ്പെടും. ഇങ്ങനെ നിങ്ങളിൽ ഒരു കുറ്റബോധം സൃഷ്ടിച്ച് കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനെയാണ് ഗിൽറ്റ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലായും നിങ്ങളുടെ ഇമോഷനെ ആയിരിക്കും അവർ ടാർഗറ്റ് ചെയ്യുന്നത്. നാലാമതായി പറയുന്ന ഒരു ഡാർക്ക് സൈക്കോളജി ടെക്നിക്കാണ് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ്. ചില വ്യക്തികൾ നിങ്ങളോട് വഴക്കിട്ടതിന് ശേഷം സംസാരിക്കാതിരിക്കും. തെറ്റ് അവരുടെ ഭാഗത്തായിരുന്നാലും അവർ നിങ്ങളെ കുറ്റക്കാരനാക്കാനായി ശ്രമിക്കും. നിങ്ങൾ ക്ഷമ ചോദിക്കുന്നതുവരെ നിങ്ങളോട് മിണ്ടാതെ സൈലൻ്റ് ആയിരിക്കും. ഇത് ഇമോഷണലി നിങ്ങളെ ഡൗൺ ആക്കി നിങ്ങളെ സൈലൻ്റായി കൺട്രോൾ ചെയ്യുന്ന ടെക്നിക്കാണ്. ഈ ഡാർക്ക് സൈക്കോളജി ടെക്നിക് ഒരു വ്യക്തി നിങ്ങളിൽ പ്രയോഗിച്ചാൽ അതിൽ നിന്നും എങ്ങനെ നിങ്ങളെ സ്വയം രക്ഷിക്കാം എന്ന് പറഞ്ഞു തരാം. നിങ്ങളുടെ തീരുമാനങ്ങളിൽ ആത്മവിശ്വാസം വളർത്തുക, വ്യക്തമായ ബൗണ്ടറീസ് വയ്ക്കുക, എല്ലാ കുറ്റവും സ്വയം ഏറ്റെടുക്കാതിരിക്കുക,
വിശ്വസിക്കുന്ന ആളുകളോട് അഭിപ്രായം ചോദിക്കുക. നിങ്ങളെ സ്ഥിരമായി ചെറുതാക്കി കാണുന്ന ബന്ധങ്ങളെ പുനഃപരിശോധിക്കുക. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, കാരണം നമ്മുടെ മനസ്സിനെ മറ്റൊരു വ്യക്തി കൺട്രോൾ ചെയ്യാൻ അനുവദിക്കരുത്. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.